ഹായ്, ഷിംജിത്താണ്. നമ്മൾ ഇന്നുള്ളത് ഉദയ്പൂരാണ്. ഉദയ്പൂർ സിറ്റിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ആ സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിട്ടിരിക്കുന്നത്. കാഴ്ചയിൽ അമ്പലം പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് ഒരു അമ്പലമൊന്നുമല്ല. എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? അറിയുന്നവർ പലരും ഉണ്ടാവും. ഇത് ശവകുടീരങ്ങളാണ്. അതായത് ഉദയ്പൂർ ഭരിച്ചിരുന്ന മേവാർ രാജവംശത്തിലെ രാജാക്കന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ശവകുടീരങ്ങളാണ് ഈ കാണുന്നത്. അഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അഹാറിൽ ഏകദേശം 250 ശവകുടീരങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട്. അതിൽ 19 മഹാറാണമാരുടേതാണ്, അതായത് രാജാക്കന്മാരുടേതാണ് 19 എണ്ണം. ബാക്കിയുള്ളത് റാണിമാരുടേതും മറ്റ് കുടുംബാംഗങ്ങളുടേതാണ്. ടാക്സി ടൂറൊക്കെ തുടങ്ങി ഓരോരോ സ്ഥലങ്ങളായി കാണിച്ച് അഹാർ എത്തുന്നതിന് മുന്നേ അവർ പറയും നമ്മൾ പോകുന്നത് ശ്മശാനാണ്, അവിടെ അങ്ങനെ ആരും പോകാറില്ല, പിന്നെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ അതിൽ മുടക്കാറാണ് പതിവ്. ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ നിർബന്ധം പിടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഈ രീതിയിലുള്ള നിർമ്മിതികൾ ഒരുപാട് സിനിമാ പാട്ടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആ സിനിമാ പാട്ടുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചല്ല, അത് ചെയ്തിരിക്കുന്നത് ജയ്പൂരിലുള്ള ശ്മശാനത്തിലാണ്. ഉദയ്പൂർ സിറ്റിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് അഹാറിലെ ശവകുടീരങ്ങൾക്കും. 400 വർഷം പഴക്കമുള്ളതാണ് ഉദയ്പൂർ സിറ്റി. 400 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് ശവകുടീരം നിർമ്മിക്കപ്പെട്ടത് 2004-ലാണ്. അന്ന് മഹാറാണ ഭഗവത് സിംഗിന്റെ സംസ്കാരം നടന്നപ്പോഴാണ് അവസാനമായിട്ട് ശവകുടീരം നിർമ്മിച്ചത്. അഹാറിലുള്ള ഏറ്റവും വലിയ ശവകുടീരം മഹാറാണ സംഗം സിംഗിൻ്റെതാണ്. അത് നമുക്ക് ഒറ്റയോടെ തന്നെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും. ഏകദേശം 50-ൽ കൂടുതൽ പില്ലറുകളുള്ള ഒരു വലിയ സ്ട്രക്ചറാണ്. പക്ഷേ അതിൻ്റെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗം സിംഗിനെ അടക്കിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 21 ഭാര്യമാരോടൊപ്പമാണ്. ഇവിടെ ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട്. ഞാൻ പോയ സമയത്ത് 3 രൂപയായിരുന്നു. ഇപ്പം അത്ര തന്നെ ആയിരിക്കുന്നു കരുതുന്നു. പിന്നെ ടൈമിംഗ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യും. 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് ഇവിടുത്തെ ടൈം.